ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ തിരക്ക് കണ്ടാൽ അറിയാം നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന്. നമ്മുടെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അമ്പലത്തിലാണ്. ഇന്ന് അമ്പലത്തിൽ രോഹിണി ആരാധന ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. കാരണം 2 ദിവസം കൂടി മാത്രമേ സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രവേശനമുള്ളൂ. തിങ്കളാഴ്ച മകന്നാളാണ്. മകന്നാള് ഉച്ചവരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് നല്ല തിരക്കാണ് ഇവിടെ. കൊട്ടിയൂർ ഉത്സവത്തിനനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഒന്നാണ് ഓടപ്പൂവ്. വനത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഈറ്റ തൊലി ചെത്തി ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് മുള്ളുകൊണ്ട് ചീകി ഭംഗിയുള്ള ഓടപ്പൂവായി മാറ്റിയെടുക്കുന്നു. ഓടപ്പൂവ് ദക്ഷന്റെ താടി എന്നാണ് സങ്കല്പം. വെള്ളത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമരം പോലെ തോന്നും. എന്നാൽ ആകർഷണീയത്തിനപ്പുറം ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വിധിപ്രകാരം ഇത് സ്ഥാപിക്കുന്നു. വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായി സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം, ഗുളികദോഷം, ശനിദോഷം എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ഇതാണ് ബാവലിപ്പുഴ. ഇവിടുത്തെ കല്ലിനുമുണ്ട് പ്രത്യേകതകൾ. ശിവലിംഗ രൂപത്തിലുള്ള കല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഭക്തർ പുഴയിൽ മുങ്ങി ഈറനോടെ ഭഗവാനെ തൊഴാനായി പോകുന്നു. പുഴയുടെ ശക്തമായ ഒഴുക്ക് കാരണം അപകട സാധ്യത കൂടുതലായതുകൊണ്ടും പുഴയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. സമീപത്താണ്. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത് കാണുന്നില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാവലിപ്പുഴയുടെ നല്ല നീരൊഴുക്ക് ശക്തമായി ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇവിടെ ഒരുപാട് കർണാടകക്കാരുണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ കർണാടകത്തിൽ നിന്നൊക്കെ വന്ന് വീഡിയോ എടുത്തത് കാരണം കർണാടകത്തിൽ നിന്ന് മൊത്തം ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നിന്ന് നമ്മുടെ ജനങ്ങൾ നമ്മുടെ ഭഗവാൻ ഇവിടെ എത്തിയിരിക്കുന്നുണ്ട്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. നല്ല തിരക്ക് കാരണം കുറേ സമയം ക്യൂവിൽ നിന്നാണ് ഭഗവാനെ തൊഴാൻ സാധിച്ചത്. കാടും മഴയും മനുഷ്യരും, ചുരുക്കി പറഞ്ഞാൽ പ്രകൃതി ഒന്നാകെ ആഘോഷിക്കുന്ന ഉത്സവം. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 2 വർഷമായി മുടങ്ങിക്കിടന്ന രോഹിണി ആരാധന ഇന്നാണെന്ന്. സതി നഷ്ടപ്പെട്ട മഹേശ്വരനെ സാന്ത്വനിപ്പിക്കാൻ യാഗപൂർത്തീകരണ ദൗത്യത്തിനായി തന്റെ സതീർത്ഥ്യന്റെ അടുത്തെത്തി ആലിംഗനം ചെയ്ത വിഷ്ണുദേവന്റെ ഓർമ്മയ്ക്കായാണ് രോഹിണി ആരാധന നടത്തുന്നത്. കുറുമാത്തൂർ ഇല്ലത്തെ മുതിർന്ന കാരണവർക്ക് മാത്രമേ ആലിംഗന പൂജ ചെയ്യാൻ അനുവാദമുള്ളൂ. അത്രയേറെ ഭക്തിയോടെയും ചിട്ടയോടെയും ചെയ്യുന്ന ഒന്നാണ് രോഹിണി ആരാധന. ഒരുപാട് പ്രത്യേകതകളുള്ള ആലിംഗന പുഷ്പാഞ്ജലി കാണുവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ വരുന്നു. വേറൊരു പ്രത്യേകത, അവിടെ വരുന്ന ഭക്തർക്ക് ചൂട് ചുക്കുകാപ്പി കുടിക്കാൻ കൊടുക്കുന്നു. ഇത് മഴയത്ത് ഏറെ ആശ്വാസമാണ്. അവിടെ പലതരം കയ്യാലകളുണ്ട്. അവിടെയെല്ലാം പ്രത്യേകതര പൂജകളും നടത്തിവരുന്നു. ക്ഷേത്ര സന്നിധിയിൽ നിന്നും മാറി കുറച്ച് നടന്നപ്പോൾ കൊട്ടേരിക്കാവിലെത്തി. അവിടുത്തെ പ്രസാദമായി അവിലാണ് കൊടുക്കുന്നത്. ഒരു വിഭാഗം സ്ത്രീകൾ എത്രയോ ദിവസം വ്രതമെടുത്തിട്ടാണ് കൊട്ടിയൂരുത്സവത്തിന്റെ അവിൽ നിർമ്മിക്കുന്നത്. തിരുവണ്ണാൻ, ചാക്യാർ, സാമൂതിരി ഭട്ടതിരിപ്പാട് തുടങ്ങി പ്രത്യേകതരം കയ്യാലകൾ അവിടെ കാണാം. താൽക്കാലികമായി 1 മാസത്തേക്ക് നിർമ്മിക്കുന്ന ഓലമേഞ്ഞ കയ്യാലകളാണ് അവിടെയുള്ളത്. എല്ലാ കയ്യാലകളിലും ഓരോ അടുക്കളയും ഉണ്ടാകും. കുറെ പേർ മണിത്തറയിൽ കയറാതെ തിരുവഞ്ചിറ വലം വെച്ച് ഭഗവാനെ തൊഴുതു മടങ്ങിപ്പോകുന്നത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. കൊട്ടിയൂർ സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ആശ്വാസമായി കൊട്ടിയൂർ ദേവസ്വത്തിന്റെ അന്നദാനമുണ്ട്. ചൂട് ചോറും സാമ്പാറും മോരും പപ്പടവുമാണ് നമുക്ക് കിട്ടിയത്. ദൂരെ നിന്ന് വരുന്ന ഭക്തർക്ക് ഇത് ഏറെ ആശ്വാസമാണ്. ഒരുപാട് സമയം ക്യൂവിൽ നിന്നാണ് ഭഗവാന്റെ അന്നദാനം കഴിക്കാൻ പറ്റിയത്. അന്നദാനം കഴിച്ചപ്പോഴാണ് നമ്മുടെ മനസ്സും വയറും നിറഞ്ഞത്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ പോയത് ഇക്കരെ കൊട്ടിയൂരിലാണ്. ഇവിടുത്തെ ഐതിഹ്യം തന്നെ അക്കരെ കൊട്ടിയൂർ അപ്പനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷമേ ഇക്കരെ കൊട്ടിയൂർ പാർവതിയെ കാണാൻ പാടുള്ളൂ. അക്കരെ കൊട്ടിയൂരിലെ അതേ തിരക്ക് തന്നെ ഇക്കരെ കൊട്ടിയൂരിലും കാണാം. വൻ തിരക്കാണ് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് പാർവതി ദേവിയെ തൊഴാൻ സാധിച്ചില്ല, നട അടച്ചിരുന്നു. 2 ദിവസം മുന്നേ നമ്മൾ ഓരോരുത്തരും കുടുംബത്തോടൊപ്പം കൊട്ടിയൂർ പോയിരുന്നു. കഴിഞ്ഞ വർഷം വരെ മണിത്തറയിൽ കയറി ഭഗവാനെ തൊഴാനൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുടുംബത്തോടൊപ്പം പോയപ്പോൾ മണിത്തറയിൽ കയറി തൊഴാൻ സാധിച്ചില്ല. ഇന്ന് നമ്മൾ വന്നപ്പോഴും തൊഴാൻ സാധിക്കുമെന്ന് വിചാരിച്ചുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാവണം നമുക്ക് മണിത്തറയിൽ കയറി മനസ്സറിഞ്ഞ് തൊഴാൻ കഴിഞ്ഞു. ഏതൊരു ഉത്സവത്തിന് പോയാലും ഒന്നും വാങ്ങാതെ മടങ്ങാറില്ലല്ലോ നമ്മൾ. ഓടപ്പൂവും മാലയും അങ്ങനെ കണ്ണിൽ കണ്ടതൊക്കെ വാങ്ങി ബാഗിൽ നിറച്ചു. പിന്നെ നോക്കിയതോ ചൂട് മഞ്ചൂരി നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ടേനുവേ.
പിന്നെ ഒന്നും നോക്കിയില്ല, അത് വാങ്ങിക്കഴിച്ചപ്പോഴാണ് അതിൻ്റെ എരിവ് എത്രത്തോളം ഉണ്ടെന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പാട് പോയത് നമ്മൾ ഐസ്ക്രീം കഴിക്കാനാണ്. എന്തും വരട്ടെ എന്ന് വെച്ച് 3 ഐസ്ക്രീം നല്ലപോലെ കഴിച്ചു. നല്ല പേടിയുണ്ടായിരുന്നു കേക്കിന് പനി പിടിക്കുമോ ജലദോഷം വരുമോ എന്നൊക്കെ. എന്നാലും നമ്മൾ അവളെ നല്ലോണം നിർബന്ധിച്ച് കഴിപ്പിച്ചു. കൊട്ടിയൂരപ്പൻ്റെ മഹാത്മ്യം എത്ര പറഞ്ഞാലും തീരൂല. അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഭഗവാനെ കണ്ടു തൊഴാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രം. നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.